ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 25-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സപ്തദത്വാ ദശഗ്രീവോ വനം ഘോരം കരസ്യ തത് അഗ്നിം ച സമാശ്വാസ്യ ഹൃഷ്ടസ്വസ്ഥതരോ ഭവത. ദശഗ്രീവൻ ആ ഘോരമായിരിക്കുന്ന വനത്തെ കരഞ്ഞുകൊടുത്ത് സഹോദരിയെയും ആശ്രയിപ്പിച്ച് സന്തുഷ്ടനും സ്വസ്ഥചിത്തനുമായിട്ട് മാറി. പിന്നീട് കരുത്തനായ രാക്ഷസേന്ദ്രൻ ലങ്കോപവന ഉത്തമം, ലങ്കയിലെ ഉത്തമമായിരിക്കുന്ന ഉപവനത്തിലേക്ക് ചെന്നു അനുചരന്മാരോടൊപ്പം. അവിടെ 100 യൂപങ്ങൾ നിറഞ്ഞതും സൗമ്യങ്ങളായ ചൈത്യങ്ങള് വിളങ്ങുന്നതും ശ്രീയാല് ഉജ്ജ്വലിക്കുന്നതുമായ ഒരു യജ്ഞം നടക്കുന്നത് കണ്ടു. തഥാ കൃഷ്ണാദിനധരം കമണ്ഡലോ ശിഖാധ്വജം. കമണ്ഡലവും ജടയും ദണ്ഡും ധരിച്ച് ദദർശ സ്വസുതം തത്ര മേഘനാഥം ഭയാവകം. മാൻതോലുകൾ കൊടുത്ത ഘോരനായിരിക്കുന്ന തന്റെ പുത്രൻ മേഘനാഥനെ കണ്ടു. അവന്റെ അടുത്ത് ചെന്ന് കൈകൾ കൊണ്ട് കെട്ടപ്പെടുന്നുകൊണ്ട് ചോദിച്ചു, ഉണ്ണി, നീ എന്താണ് ചെയ്യുന്നത്? നേര് പറയുക. അപ്പോൾ യജ്ഞത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി ബ്രാഹ്മണ ശ്രേഷ്ഠനും മഹാതപസ്വിയുമായ ശുക്രാചാര്യൻ രാക്ഷസോത്തമനായിരിക്കുന്ന രാവണനോട് പറയുകയുണ്ടായി, രാജൻ, അതെല്ലാം ഞാൻ അങ്ങയോട് പറയാൻ കേൾക്കൂ. അങ്ങയുടെ പുത്രൻ വേണ്ടത്ര വിസ്തരിച്ചു തന്നെ 7 യാഗങ്ങൾ ചെയ്തു. അഗ്നിഷ്ടോമം, അശ്വമേധം, ബഹുസുവർണകം, രാജസൂയം, ഗോമേധം, പിന്നെ വൈഷ്ണവം. നര ദുർലഭമായിരിക്കുന്ന മാഹേശ്വരയജ്ഞം നടക്കുമ്പോൾ അങ്ങയുടെ പുത്രൻ സാക്ഷാൽ പശുപതിയിൽ നിന്ന് ഇവിടെ വച്ച് വരങ്ങളൊക്കെ നേടും. ആകാശത്തിലൂടെ ആഗ്രഹാനുസൃതം സഞ്ചരിക്കുന്നതും ദിവ്യവും ദൃഢവുമായിരിക്കുന്ന തേരും താമസി എന്ന മായയും. അല്ലയോ രാക്ഷസേശ്വര, തമസുണ്ടാക്കുന്നതാണ് ഈ മായ. പോരിൽ ഈ മായ പ്രയോഗിച്ചാല് ദേവാസുരന്മാർക്ക് പോലും അവന്റെ ഗതി കണ്ടെത്താനായിട്ട് കഴിയില്ല. അക്ഷയങ്ങളായ 2 ആവനാഴികളും ദുർജയമായ ചാപവും പോരില് മറ്റാരെയും മുടിക്കാവുന്ന പ്രബലാസ്ത്രവും നേടി. അല്ലയോ ദശമുഖ, ഈ വരങ്ങളെല്ലാം വാങ്ങിച്ച് ഇന്ന് യാഗവും മുഴുവനാക്കി അങ്ങയുടെ പുത്രനും ഞാനും അങ്ങയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ദശഗ്രീവൻ പറഞ്ഞു, ഈ ചെയ്തത് ഭംഗിയായില്ല. ഇന്ദ്രാദികളായ ശത്രുക്കളെ ദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചല്ലോ. ഇനി ഇപ്പോൾ പോരൂ, ചെയ്തത് സഫലമാകും, സംശയമില്ല സൗമ്യ. നമുക്ക് സ്വഗൃഹത്തിലേക്ക് പോകാം. പിന്നീട് രാവണൻ പുത്രനോടും വിഭീഷണനോടും ഒപ്പം തേങ്ങിക്കരയുന്ന നാരിമാരെ എല്ലാം നിലത്ത് ഇറക്കി. ദേവദാനവ രക്ഷസുകളിലെ ലക്ഷണമൊത്തവരും അതിവിശിഷ്ടകളുമായ ആ നാരിമാര് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വതേജസ്സാൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ധർമാത്മാവായ വിഭീഷണൻ ശോകപരായണകളായ ആ നാരിമാരെ കണ്ടപ്പോൾ അവരെക്കുറിച്ചുള്ള രാവണന്റെ ഉദ്ദേശം മനസ്സിലാക്കി ഇപ്രകാരം പറയുകയുണ്ടായി, കീർത്തിയും കുലവും സ്വത്തും കെടുത്തുന്ന ഈ മറ്റുള്ള പ്രവൃത്തികൾ കൊണ്ട് പ്രാണികൾക്ക് പീഡ ചെയ്ത് അങ്ങ് തോന്നുമ്പടി നടക്കുന്നുണ്ടല്ലോ. ബന്ധുക്കളെ എല്ലാം ദ്രോഹിച്ച് ഈ വരാംഗനകളെല്ലാം അങ്ങ് കൊണ്ടുപോന്നു. അങ്ങേ അതിക്രമിച്ച് കുംഭീനസിയെ മധു അപഹരിച്ചു. രാവണനുടൻ ചോദിക്കുകയുണ്ടായി, എന്താണിത്? ഞാന് അതറിഞ്ഞില്ല. നീ പറയുന്ന മധു എന്ന പേരുള്ളവൻ ആരാണ്? വിഭീഷണൻ ഗോപിതനായ ജ്യേഷ്ഠനോട് പറയുകയുണ്ടായി, ഈ പാപകർമ്മത്തിന്റെ ഫലം ലഭിച്ചു കഴിഞ്ഞത് കേട്ടാലും നമ്മുടെ മാതാമകനും സുമാലിയുടെ മൂത്ത സഹോദരനും ബുദ്ധിമാനും വൃദ്ധനുമായ മാല്യവാൻ എന്ന് പറയുന്ന രാക്ഷസനുണ്ടല്ലോ. നമ്മുടെ അമ്മയുടെ വല്യച്ഛനും നമുക്കെല്ലാം മുത്തച്ഛനുമായ അദ്ദേഹത്തിന് കുംഭീനസി എന്നൊരു ദൗഹിത്രി ജനിച്ചു. അവൾ നമ്മുടെ ചുറ്റമ്മയായ അനിലയുടെ മകളാണ്. അതിനാൽ സഹോദരന്മാരെ നമുക്കെല്ലാം അവൾ ധർമ്മപ്രകാരം സഹോദരി തന്നെയാണ്. അല്ലയോ രാജൻ, ബലവാനായ മധു എന്ന രാക്ഷസൻ അവളെ അപഹരിച്ചു. പുത്രൻ യാഗം ചെയ്യുമ്പോൾ, ഞാൻ വെള്ളത്തിലാണ്ടിരിക്കുമ്പോൾ, കുംഭകർണൻ നിദ്ര പൂണ്ട് കിടക്കുമ്പോൾ ഇവിടെയുള്ള പൂജ്യന്മാരും രാക്ഷസരക്ഷന്മാരുമായ മന്ത്രിമാരെ വധിച്ച് അങ്ങയുടെ അന്തഃപുരത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അവളെ അതിക്രമിച്ച് അപഹരിച്ചു. ഞാനത് കേട്ടിട്ടും ഭവാന് വേണ്ടി ക്ഷമിച്ചു, അവനെ വധിച്ചില്ല. കന്യകയെ ഏതുവിധവും ഭ്രാതാക്കൾ ഭർത്താവിന് നൽകേണ്ടതാണല്ലോ.
ദുർമതയെ, ഈ പാപകർമ്മത്തിന്റെ ഫലമാണ് ഇത്. ഇപ്പോഴേ ഇത് വന്നു ചേർന്നത് ഉലകിൽ അറിയപ്പെടുന്നു. കഥോ അബ്രവീത് ദശക്രിയവ കൃത്ത സംരക്തലോചന. അപ്പോൾ രാവണൻ കുപിതനായി കണ്ണുകൾ ചുവന്ന് ഇങ്ങനെ ആജ്ഞാപിച്ചു, എന്റെ തേര് തയ്യാറാക്കുക, നമ്മുടെ ശൂരന്മാരെല്ലാം വേഗം ഒരുങ്ങട്ടെ. രാധാമേ കുംഭകർണച്ച ഏചമുഖ്യ നിശാചരാ. എന്റെ സഹോദരനായിരിക്കുന്ന കുംഭകർണനും മുഖ്യരാക്ഷസന്മാരും നാനാതരം ആയുധങ്ങളും ഏന്തിക്കൊണ്ട് വാഹനങ്ങളിൽ കയറി പുറപ്പെടട്ടെ. രാവണനെ ഭയപ്പെടാത്ത ആ മധുവിനെ ഞാൻ ഇന്ന് പോരിൽ കൊന്ന് രണോത്സുകനായ സുഹൃത്തുക്കളോടൊപ്പം വെണ്ണിലേക്ക് പോകുന്നുണ്ട്. അവിടെ ദേവലോകത്തെ കൈവശത്തിലാക്കി ഇന്ദ്രനെ കീഴടക്കി ത്രൈലോക്യ ഐശ്വര്യം കൊണ്ട് ശോഭിതനായി ഞാൻ എങ്ങും നിർഭയനായിട്ട് സഞ്ചരിക്കും. അഗ്രഗണ്യന്മാരായ അരക്കന്മാരുടെ 4000 അക്ഷകുടികൾ പലതരം ആയുധങ്ങളുമേന്തി രണോത്സുകരായിട്ട് പുറപ്പെട്ടു. ഇന്ദ്രജിത്ത് അഗ്രത സൈനികാൻ പരിഗ്രഹിച്ച. ഇന്ദ്രജിത്ത് സൈനികരോടൊപ്പം സേനയുടെ മുമ്പിൽ നടന്നു. രാവണൻ നടുവിൽ നടന്നു, പിന്നിൽ കുംഭകർണൻ. ധർമാത്മാവായ വിഭീഷണൻ ലങ്കയിൽ വസിച്ച് ധർമാചരണം ചെയ്തു. മറ്റുള്ള മേലാളന്മാരെല്ലാം മധുപുരത്തിലേക്ക് പോയി. വിളങ്ങുന്ന കഴുതകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, മുതലകൾ, മകോരകങ്ങൾ എന്നിവയിലേറെ അരക്കന്മാരെല്ലാം ആകാശത്തെ ഇടതിങ്ങിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ദേവന്മാരോട് വൈരമുള്ള 100 ദൈത്യന്മാരും രാവണൻ പോകുന്നത് കണ്ട് പിന്തുടർന്നു ചെന്നു. മധുപുരത്തിൽ ചെന്ന് അകത്ത് പ്രവേശിച്ച രാവണൻ മധുവിനെ അവിടെ കണ്ടില്ല, സഹോദരിയെ മാത്രം അവിടെ കണ്ടു. ആ കുംഭീനസി അപ്പോൾ രാക്ഷസനായകനെ കണ്ട് നടുങ്ങിക്കൊണ്ട് കൈകൂപ്പി അവന്റെ കാലുകൾ തഴുതാഴ്ത്തി നമസ്കരിച്ചു. രാക്ഷസോത്തമനായിരിക്കുന്ന രാവണൻ അവളെ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ആ സമയത്ത് അവൾ പറയുകയുണ്ടായി, മഹാബാഹോ രാജൻ, അങ്ങേക്ക് എന്നിൽ കരുണയുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ വധിക്കരുത്. കുലസ്ത്രീകൾക്ക് ഇതുപോലെ മറ്റൊരു ഭയവുമില്ല എന്ന് പറയപ്പെടുന്നു. വൈധവ്യത്താലുള്ള വ്യസനമാണ് എല്ലാ കഷ്ടതകളെക്കാളും കടുത്തത്. രാജേന്ദ്ര, അങ്ങ് സത്യവാക്കായി തീരുക, അപേക്ഷിക്കുന്ന എന്നെ അങ്ങ് കടാക്ഷിക്കുക, ഭയപ്പെടേണ്ട എന്ന് അങ്ങ് തന്നെ അരുളിയല്ലോ. രാവണൻ അപ്പോൾ അടുത്ത് നിന്നിരുന്ന അനുജത്തിയോട് സന്തോഷത്തോട് ചോദിച്ചു, നിന്റെ ഭർത്താവായ അവൻ എവിടെ? എന്നോട് വേഗം പറയൂ. അവനോടൊന്നിച്ച് ഞാൻ ദേവലോകം ജയിക്കാൻ പോകുന്നു. നിന്നോടുള്ള അൻപും അനുകമ്പയും കൊണ്ട് ഞാൻ മധുവധത്തിൽ നിന്ന് പിന്മാറുന്നു. ഇത്യുക്താ സമുത്പാദ്യ പ്രസുപ്തം തം നിശാചരം. ഇത് കേട്ടപ്പോൾ രാക്ഷസ് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവായ രാക്ഷസനെ ഉണർത്തി ഉത്സാഹത്തോടെ അറിയിച്ചു, ഇതാ മഹാബലവാനും എന്റെ ജ്യേഷ്ഠവുമായ ദശഗ്രീവൻ വന്നിട്ടുണ്ട്. വിണ്ണിനെ വെല്ലാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം അങ്ങയുടെ സഹായം വരിക്കുന്നു. രാക്ഷസ, അതിനാൽ അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് ബന്ധുക്കളോടൊത്ത് പോവുക. മൈത്രിക്ക് പാത്രമായ അദ്ദേഹത്തെ സഹായിക്കുന്നത് ഉചിതമാണ്. അവളുടെ ആ വാക്ക് കേട്ട് അങ്ങനെ ആവാമെന്ന് അത് മറുപടിയും പറഞ്ഞു. യഥാന്യായെ സമീപിച്ച് രാക്ഷസ ശ്രേഷ്ഠനെ കണ്ടു. നിശാചരാധിപനായിരിക്കുന്ന രാക്ഷസനെ, ആ രാവണനെ വിധിപൂർവ്വം സൽക്കരിച്ചു. വിരിവാനായ ദശഗ്രീവൻ മധുവിന്റെ ഭവനത്തിൽ സൽക്കാരം സ്വീകരിച്ച് ഒരു രാത്രി വസിച്ച ശേഷം പുറപ്പെടാനായിട്ട് ഒരുങ്ങി. തഥ കൈലാസമാസാദ്യ ശൈലം വൈശ്രവണാലയം രാക്ഷസേന്ദ്രോ മഹേന്ദ്രാഭ സേനാമുപനിവേശിയത. ഇന്ദ്രതുല്യനായ രാക്ഷസേന്ദ്രൻ ആ വൈശ്രവണൻ വാഴുന്ന കൈലാസശൈലത്തിലെത്തി അവിടെ സൈന്യത്തെ നിവേശിപ്പിച്ചു. ഇങ്ങനെ മധുവിന്റെ അടുക്കിലേക്ക് രാവണൻ വന്നെത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.